ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഒരു സ്റ്റിച്ചിങ്ങിനിരുന്നാൽ ഞാൻ എപ്പോൾ എഴുന്നേക്കുമെന്ന് പറയാൻ പറ്റിയായിരുന്നു. ഏകദേശം ഒരു 1:30 മണി വരെയാണ് അന്ന് ഞാൻ ഇരുന്നത്. അടുത്ത ദിവസം ഏകദേശം ഒരു 5:00 കൂടി തന്നെ എഴുന്നേൽക്കുകയും ചെയ്തു. കാരണം അർജൻറ്റായിട്ട് വന്ന കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. കുറച്ച് നൈറ്റിയുടെയും ഇൻവിസിബിൾ മാല, ഹെയർ ബോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടിരുന്ന് തയ്ച്ച നൈറ്റീസൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇന്ന് ചേച്ചിയുടെയും ചേട്ടായുടെയൊക്കെ ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. സ്വന്തമായി ഒരു വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഏറെ നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് ചേച്ചിയൊക്കെ ഒരു സ്ഥലം മേടിക്കുകയും അവിടെ വീടിനായിട്ടുള്ള കല്ലുകളി ചടങ്ങായിരുന്നു ഇന്ന്. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇന്ന് തന്നെ നമുക്കൊരു കല്യാണം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആദിക്കുട്ടനും അച്ഛനും അമ്മയും കൂടെ നേരെ കല്യാണത്തിന് വിട്ടു. ഞങ്ങളെല്ലാവരും കൂടെ നേരെ ചേച്ചിയുടെ വീട്ടിലേക്കും വിട്ടു കേട്ടോ. നമുക്കുള്ള ഫുഡ് ഇന്ന് അവിടെ ആയിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞത്തിന് വീട്ടിലേക്ക് ഞങ്ങൾ ഇറങ്ങി. കൂടെ ഞങ്ങളുടെ ചിറ്റയും ഉണ്ടായിരുന്നു വീട്ടിലേക്ക് പോരാൻ കേട്ടോ. പിന്നെ വീട്ടിലും കുറച്ച് നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ചിറ്റയും ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങുവാണേ. നാളെ പോവും, കഴിച്ചേച്ച് വൈകുന്നേരം പോവും. അല്ല കേർത്താമസത്തിന് പറഞ്ഞേക്കാം. കേർത്താമസം എല്ലാരും പറഞ്ഞേ, ഞങ്ങൾ വിളിച്ചിരിക്കുന്നു. അങ്ങനെ വീട്ടിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് വൈകിട്ടായി. രാവിലെ ചെയ്തു വെച്ച മാലയും ഹെയർ ബോയും ഒക്കെ നമുക്ക് ഡെലിവറി ചെയ്യേണ്ട സമയം കിട്ടിയത് കേട്ടോ. വെള്ള എന്താണെന്ന് അറിയത്തില്ല. ഇന്ന് നമ്മുടെ ആശാൻ ഭയങ്കര സഹായിയായിരുന്നു. ഭയങ്കര ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്പിങ്. പണികൾ ചെയ്യുവാ എൻ്റെ കുഞ്ഞ്. സഹായിക്കണോ അമ്മേ? പണിയാണോ? നീ മഞ്ഞുമുട്ട തിന്നായിരുന്നോ? അച്ഛൻ മഞ്ഞുമുട്ട കൊണ്ട് വെച്ചാൽ തിന്നായിരുന്നോ? സൂപ്പറായിരുന്നു.
ഈ വട്ടത്തെ ഓണത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലൊന്ന് ഉച്ച കഴിഞ്ഞത്തെ ഓണക്കളികൾ തന്നെയായിരുന്നു. ഈ ഒരു കാര്യമാണ് ഈ വട്ടത്തെ ഓണം എനിക്ക് വളരെ സന്തോഷവും എനിക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ഓണമായിരുന്നു എന്നെല്ലാം പറയാൻ വേണ്ടി കാര്യം കേട്ടോ. ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഇവന്മാരെല്ലാവരും കൂടെ ഞാൻ ഇങ്ങോട്ട് വരുന്നത്, ഈ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. എനിക്കിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം, എങ്ങനെ പറയണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു. അതായത് എന്നെ അറിയിക്കാതെ എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിട്ടാണ് വന്നത്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവന്മാരെല്ലാം ഇപ്പോൾ കയറി വരുമെന്ന്. ഇവരെല്ലാം ആദ്യമായിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ എങ്ങനെ ഇവരെ ട്രീറ്റ് ചെയ്യണമെന്ന് എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ ഈ ഒരു ഓണം എനിക്ക് ഇത്ര സ്പെഷ്യലാക്കി തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമ്മുടെ ഓണം സീരീസ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.